എല്ലാ പ്രിയപ്പെട്ടവർക്കും ക്രിസ്തുയേശുവിൻ്റെ നിസ്തുല നാമത്തിൽ പ്രഭാത വന്ദനം അറിയിക്കട്ടെ. ഇന്നത്തെ നമ്മുടെ ധ്യാനത്തിനായി വെളിപ്പാട് പുസ്തകം 8-ാം അധ്യായം 12-13 വാക്യങ്ങൾ. വെളിപ്പാട് പുസ്തകം 8-ന്റെ 12-13 വാക്യങ്ങൾ. 4-ാമത്തെ ദൂതൻ ഊതി, അപ്പോൾ സൂര്യനിൽ 1/3, ചന്ദ്രനിൽ 1/3, നക്ഷത്രങ്ങളിൽ 1/3 ബാധ തട്ടി. അവയിൽ 1/3 ഇരുണ്ടുപോയി, രാവും പകലും 1/3 വെളിച്ചം ഇല്ലാതെയായി. അനന്തരം ഒരു കഴുക്, ഇനി കാഹളം ഊതുവാനുള്ള 3 ദൂതന്മാരുടെ കാഹളനാദം ഹേതുവായി ഭൂവാസികൾക്ക് കഷ്ടം, കഷ്ടം, കഷ്ടം എന്ന് ഉറക്കെ പറഞ്ഞുകൊണ്ട് ആകാശമധ്യേ പറക്കുന്നത് ഞാൻ കാണുകയും കേൾക്കുകയും ചെയ്തു. കർത്താവിൻ്റെ പരിശുദ്ധനാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. പുതിയ ഒരു പ്രഭാതത്തിലേക്ക് നമ്മൾ എത്തി നിൽക്കുന്നു. 8-ാം അധ്യായത്തിൻ്റെ അവസാന 2 വാക്യങ്ങളിലാണ് ഇന്ന് നമ്മളുടെ ധ്യാനത്തെ ക്രോഡീകരിക്കുന്നത്. പഴയ നിയമ ആശയങ്ങളും സംഭവങ്ങളുമൊക്കെ വെളിപ്പാട് പുസ്തകത്തിൻ്റെ വ്യത്യസ്ത ഇടങ്ങളിൽ പുതിയ നിയമസഭയുടെ പരിസ്ഥിതിയുമായി ചേർത്ത് യോഹന്നാൻ്റെ ദർശനത്തിലൂടെ നമുക്ക് ലഭിക്കുന്നുണ്ട്. നമ്മൾ ചിന്തിച്ച 10-11 വാക്യങ്ങളിൽ ഒരു വീഴുന്ന നക്ഷത്രത്തെക്കുറിച്ച് എഴുതിയിരിക്കുന്നുണ്ട്. അത് യെശയ്യാപ്രവാചകന്റെ പുസ്തകം 14-ാം അധ്യായത്തിൻ്റെ 12 മുതൽ 20 വരെയുള്ള ഭാഗത്ത് ബാബിലോണിൻ്റെ പതനത്തെ പ്രഖ്യാപിക്കുന്നതിനെ ഓർമ്മിപ്പിക്കുന്നതാണ്. കാഞ്ഞിരം, വോംവുഡ് എന്ന വട്ടപ്പേര് പഴയതും പുതിയതുമായ ബാബിലോൺ ശക്തികൾ പരത്തുന്ന ആത്മീയ വിഷത്തിൻ്റെ പ്രതീകമാകാം. ജീവിതം കയ്പ് നിറഞ്ഞതായിരിക്കുന്നു. ജീവിതത്തിൻ്റെ പ്രാഥമിക നന്മകൾ അവർക്ക് നിഷേധിക്കപ്പെട്ടിരിക്കുന്നു. ജനം അസന്തുഷ്ടരാകുന്നു. അവരിൽ അശുഭ ചിന്ത വളരുന്നു. അവർ ഔദ്യോഗിക പ്രചരണങ്ങൾക്ക് കീഴടങ്ങുന്നു. ഇങ്ങനെയുള്ള സന്ദേശമാണ് ആ നക്ഷത്രത്തെക്കുറിച്ചുള്ള ഓർമ്മപ്പെടുത്തലിലുള്ളത്. 12-ാം വാക്യത്തിലെ ഇരുട്ട് നമ്മൾ നോക്കുമ്പോൾ പുറപ്പാട് പുസ്തകം 10-ലെ ബാധയെ ഓർമ്മിപ്പിക്കും. ഈ അധ്യായത്തിലെ വേദപുസ്തക സൂചനകളെ ശ്രദ്ധിക്കുമ്പോൾ വിശുദ്ധന്മാരുടെ പ്രാർത്ഥനയ്ക്ക് സ്വർഗം നൽകുന്ന മറുപടിയാണ് ഈ വ്യാധികൾ എന്ന് മനസ്സിലാകും. ഈ അധ്യായം ആരംഭിക്കുന്ന സമയത്ത് വിശുദ്ധന്മാരുടെ പ്രാർത്ഥനയാണ്. അരമണിക്കൂറുള്ള പ്രാർത്ഥന. ആ പ്രാർത്ഥനയുടെ മറുപടി ദൈവം തമ്പുരാൻ നൽകുന്നു. അവരെന്തായിരിക്കും പ്രാർത്ഥിച്ചത്? അപ്പോൾ വിമോചന പ്രക്രിയയുടെ ഭാഗമാണ് ഈ നടപടികളെല്ലാം എന്ന് നമുക്കറിയാം. മധ്യാകാശത്ത് പറക്കുന്ന പക്ഷി പ്രഖ്യാപനം ചെയ്യുന്ന കഷ്ടങ്ങൾ അത്യാസന്നമായിരിക്കുന്നു, അല്ലെങ്കിൽ അത്യാസന്നമായിരിക്കുന്ന നാശത്തിൻ്റെ ബോധമുണർത്തുന്നതാണ്. ഹോശേയ പ്രവാചകന്റെ പുസ്തകം 8-ാം അധ്യായത്തിൽ നമുക്കതിൻ്റെ ഒരു സൂചനയുണ്ട്. ഇത് ഭൂവാസികളോട്, അതായത് നിലനിൽക്കുന്ന ശക്തികളോട്, ഏകീഭവിക്കുന്നവരോട്, എങ്ങനെയെങ്കിലും ബാബിലോണിൽ സന്തുഷ്ടരും സംതൃപ്തരും ആയിരിക്കുന്നവരോടാണ് പറയുന്നത്. ആദിമസഭയെക്കുറിച്ച് കൂടുതൽ വാചാലമാകുന്ന ഈ ഭാഗത്ത് എപ്രകാരമാണ് സഭ പ്രതിസന്ധിയെ നേരിട്ടത് എന്ന് വ്യക്തമായി രേഖപ്പെടുത്തിയിരിക്കുന്നു. അതിനും പുറമെ അന്നത്തെ സാമൂഹിക രാഷ്ട്രീയ തലങ്ങളിൽ ഉരുത്തിരിഞ്ഞ സംഭവഗതികൾ സഭയെ ഒരു പ്രത്യേക രീതിയിൽ പ്രതികരിക്കുന്നതിന് പ്രാപ്തയാക്കി. സഭയുടെ പ്രവർത്തനങ്ങളെ സമൂലമായി എതിർക്കുകയും തകർക്കുകയും ചെയ്ത ക്രിസ്തവേതര പ്രസ്ഥാനങ്ങളെ അനുതാപത്തിലേക്ക് കൊണ്ടുവരാനാണ് ഈ ബാധകൾ അയക്കുന്നതും അവയുടെ വിവക്ഷിതാർത്ഥത്തെക്കുറിച്ച് എടുത്തു പറയുന്നതും. എന്താണ് വിവക്ഷിതമായ ഒരർത്ഥം? 2 തലങ്ങളിൽ അതിനെ നമുക്ക് മനസ്സിലാക്കാം. ഒന്ന്, ഒരു ക്രിസ്തുവിജ്ഞാനീയത്തിൻ്റെ ആദിമ പതിപ്പുകൾ
പലതരത്തിലും ചോദ്യം പെട്ടപ്പോൾ വെളിപ്പാട് രചയിതാവ് നൽകുന്ന സമർത്ഥമായ ഒരു മറുപടിയാണിത്. രണ്ടാമത്തേത്, ദൈവജനം കഷ്ടതയിലാകുമ്പോൾ തീർച്ചയായും ദൈവം ഇടപെടും എന്ന ശക്തമായ ഉറപ്പും സാഹചര്യവും വെളിപ്പെടുത്തുന്നതാണ്. ഈ സാഹചര്യത്തിലാണ് ഈ 3 കാഹളങ്ങളെയും അവയുടെ അർത്ഥത്തെയും കാണേണ്ടത്. എല്ലാ വിഭാഗം ജനത്തിനും പ്രപഞ്ചത്തിനാകമാനമായും ദൈവപുത്രൻ്റെ അവതാരം സംഭവിച്ചതിനാൽ ഒരു കാര്യം തീർച്ചയാണ്: അപ്പോൾ ഉണ്ടാവുന്ന കാഹളവും ബാധകളും ജനങ്ങളെ നശിപ്പിക്കാനോ ഉന്മൂലനം ചെയ്യുവാനോ അല്ല, പിന്നെയോ അവരെ ദൈവത്തിൻ്റെ സ്നേഹത്തിലേക്ക് ആകർഷിക്കാനാണ്. അനുതാപം എന്ന ഏറ്റവും വിലയേറിയതും ശക്തവുമായ ആയുധത്തിലൂടെയാണ് അക്കാര്യം നിറവേറുന്നതെന്ന് ഇവിടെ കാണാം. പഴയ നിയമ പാരമ്പര്യത്തിൻ്റെ അതിശക്തമായ പിന്തുടർച്ചയാണിത്. മുന്നറിയിപ്പ് നൽകി ശിക്ഷാവിധിയെക്കുറിച്ച് പറഞ്ഞ് ദൈവജനത്തെ തങ്ങളിലേക്ക് സ്വീകരിക്കുന്ന യഹൂദ മതത്തിൻ്റെ രീതി, ഉടമ്പടികളിൽ ദൃശ്യമാകുന്ന ദൈവസ്നേഹത്തിൻ്റെ മറ്റൊരു പതിപ്പാണ് ഇവിടെ നമ്മൾ കാണുന്ന കാഹളനാദങ്ങൾ. നേരത്തെ വിവരിച്ചതും ഇപ്പോൾ ഇവിടെ ചർച്ച ചെയ്യുന്നതുമായ 4 കാഹളങ്ങളും ബാധകളും പ്രകൃതിയോടും പ്രകൃതി ശക്തികളോടും ദൈവിക ഇടപെടൽ നടത്തി അതിൻ്റെ പരിണിത ഫലം കാണിക്കുന്നതിനാണ്. അന്നത്തെ ഏഷ്യ മൈനറിലെ ഭൂമിശാസ്ത്രവും അതിലുണ്ടായ മാറ്റങ്ങളും ഗൗരവമായി കണക്കിലെടുത്താൽ മാത്രമേ നമുക്ക് പൂർണ്ണമായി ഈ കാഹളത്തിൻ്റെ സ്വാധീനം മനസ്സിലാക്കാൻ സാധിക്കുകയുള്ളൂ. 1-ാം നൂറ്റാണ്ടിലെ ഏറ്റവും ശ്രദ്ധേയനായ ഭൗമശാസ്ത്രജ്ഞൻ ആയിരുന്നു സ്ട്രാബോ. അദ്ദേഹം ഈ കാഹളത്തെയും ബാധയെയും ക്രിസ്തുവിന് മുൻപ് 1-ാം നൂറ്റാണ്ടിലും 2-ാം നൂറ്റാണ്ടിലും സംഭവിച്ച ഒരു അഗ്നിപർവ്വത സ്ഫോടനവും അതിൻ്റെ പരിണിത ഫലങ്ങളുമായിട്ടൊക്കെ ബന്ധിപ്പിക്കുന്നുണ്ട്. വെസൂവിയസ് എന്ന അഗ്നിപർവ്വതം പൊട്ടി ഒഴുകിയത് നിമിത്തം ഒരു പുതിയ ദ്വീപ് തന്നെ രൂപം കൊണ്ടതിനെ സ്ട്രാബോ വിവരിക്കുന്നു. അതിനാൽ അന്നത്തെ ഏറ്റുപറച്ചിലുകളും വ്യാഖ്യാനങ്ങളും കേവലം ഭാവനയായോ സ്വപ്നമായോ ദർശനമായോ മാത്രം കണക്കിലെടുക്കാതെ അതീവ ശ്രദ്ധയോടും ജാഗ്രതയോടും പ്രകൃതിയുടെ ഗതിവിഗതികളെ വീക്ഷിച്ച ഒരു ദർശകൻ്റെ രചനകളോട് ഏറെക്കുറെ ഒത്തു നിൽക്കുന്നു. അതേസമയം യഹൂദ വെളിപ്പാട് ശാസ്ത്രം മുൻപോട്ട് വയ്ക്കുന്ന സമാനമായ ചില ചിന്താഗതികൾ കൂടി കണക്കിലെടുത്താൽ മാത്രമേ സമഗ്രമായ ഒരർത്ഥതലം രൂപപ്പെടുകയുള്ളൂ. യഹൂദ വെളിപ്പാട് ശാസ്ത്രത്തിൻ്റെ മഹത്തായ പാരമ്പര്യത്തിൽപ്പെടുന്ന ഈനോക്കിൻ്റെ പുസ്തകം ഈ ആശയങ്ങൾ മുൻപോട്ട് വയ്ക്കുന്നുണ്ട്. അപ്പോൾ ദൈവജനത്തിൻ്റെ ജീവിതത്തിൽ ഇത്രയധികം പ്രാധാന്യത്തോടെ നിൽക്കുന്നത് ദൈവത്തിൻ്റെ ഇടപെടൽ ഉള്ളതുകൊണ്ട് മാത്രമാണ്. അത് ദൈവത്തിൽ നിന്ന് ലഭ്യമായ അരുളപ്പാടുകളായതിനാൽ ദൈവദത്തമായ അരുളപ്പാടുകൾ ആണ് എല്ലാ കാലത്തും ദൈവജനത്തെ അല്ലെങ്കിൽ സഭയെ മുൻപോട്ട് നയിക്കുന്നത്. യോഹന്നാൻ പെട്ടെന്നൊരു ദിവസം ലഭിച്ച അരുളപ്പാടുകൾ അങ്ങനെ അങ്ങ് കുറിച്ചു വയ്ക്കുന്നതല്ല. ദൈവത്തിൽ നിന്ന് നിരന്തരമായി പുറത്തു വന്ന ദൈവിക കൽപ്പനകളുടെ ആകെ തുകയാണ് യോഹന്നാനിലൂടെ നമുക്ക് നൽകപ്പെട്ടിരിക്കുന്നത്. അപ്പോൾ പ്രകൃതിയിലുണ്ടായ ഈ ദുരന്തത്താൽ പ്രകൃതിയോട് ദൈവം തമ്പുരാൻ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുകയാണ്. എങ്ങനെ ആയിരിക്കണം? അതുകൊണ്ട് ഇന്നത്തെ കാലികമായ സഭ ദൈവത്തോട് എങ്ങനെയാണ് പ്രതികരിക്കേണ്ടത്, ദൈവവചനത്തോട് എങ്ങനെയാണ് പ്രതികരിക്കേണ്ടത്? നമുക്ക് നൽകപ്പെട്ടിരിക്കുന്ന വേദഭാഗം നമ്മളോട് പറയുന്നു. അടയാളങ്ങൾ നമ്മുടെ മനം തിരിവിൻ്റെ സൂചനയാണ്, അല്ലെങ്കിൽ അതിനുവേണ്ടിയുള്ള ആഹ്വാനമാണ്. അനന്തരം ഒരു കഴുക് ഇനി കാഹളം ഊതുവാനുള്ള 3 ദൂതന്മാരുടെ കാഹളനാദം ഹേതുവായി ഭൂവാസികൾക്ക് കഷ്ടം 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 എന്നുറക്കെ പറഞ്ഞുകൊണ്ട് ആകാശമധ്യേ പറക്കുന്നത് ഞാൻ കാണുകയും കേൾക്കുകയും ചെയ്തു. 3 പ്രാവശ്യമാണ് കഷ്ടം
എന്ന് കഴുകൻ ആവർത്തിച്ച് പറയുന്നത്. ഇത് വളരെ പ്രധാനപ്പെട്ട ഒരു സൂചനയാണ്. കാണുകയും കേൾക്കുകയും ചെയ്തു എന്ന ഏറ്റുപറച്ചിൽ എല്ലാ തലത്തിലും ദർശകൻ ഈ സന്ദേശം സ്വീകരിച്ചു എന്നതിൻ്റെ തെളിവാണ്. അങ്ങനെ സ്വീകരിച്ച സന്ദേശമാണ് നമുക്ക് വേണ്ടി പകർന്നു നൽകുന്നത്. പക്ഷിമൃഗാദികൾ സംസാരിക്കുന്നത് പഴയ നിയമത്തിൽ മറ്റു ഭാഗങ്ങളിലുമുണ്ട്. മറ്റൊരു പ്രധാനപ്പെട്ട സൂചന മധ്യാകാശത്തിൽ പറക്കുന്ന കഴുകൻ എന്നാണ്. സന്ദേശം പ്രചരിപ്പിച്ചുകൊണ്ട് ആകാശത്തിന് മുകളിലായി സഞ്ചരിക്കുന്ന കഴുക് എന്ന പ്രതീകം അഭൗമികമായ ചലനങ്ങളെയും ഇടപെടലുകളെയും സൂചിപ്പിക്കുന്നു. അതുകൊണ്ട് തന്നെ ഈ കഴുകൻ എന്നത് നമുക്ക് ദൈവിക സന്ദേശത്തിൻ്റെ ഒരു മാധ്യമമായി തന്നെ കണക്കാക്കാം. നമ്മളോടുള്ള ദൈവത്തിൻ്റെ ഇടപെടൽ, അല്ലെങ്കിൽ ഭൂമിയോടുള്ള ദൈവം തമ്പുരാൻ്റെ ഇടപെടൽ സുവ്യക്തമാക്കുന്ന വേദഭാഗമാണ്. നമുക്ക് പ്രാർത്ഥിക്കാം. കരുണ നിറഞ്ഞ വാഴ്ത്തപ്പെട്ട ഞങ്ങളുടെ ദൈവമേ, സ്വർഗീയ പരമപിതാവേ, മനോഹരമായ പുതിയ പ്രഭാതത്തിൽ അവിടുത്തെ സന്നിധിയിലേക്ക് അടിയങ്ങൾ ചേർന്ന് വരുന്നു. അങ്ങയുടെ മുഖത്തേക്ക് നോക്കുന്നു. ഞങ്ങൾക്ക് യോഹന്നാനിലൂടെ ലഭിച്ച ദർശനത്തെ ഓർത്ത് സ്തോത്രം. കർത്താവെ, അവിടുന്ന് ചരിത്രത്തോടും മനുഷ്യരോടും ഭൂമിയോടും ഇടപെട്ടുകൊണ്ടിരിക്കുന്ന ദൈവമാണല്ലോ. ഞങ്ങളാകേണ്ടുന്നത് പോലെ ആകുവാൻ അവിടുന്ന് ആഗ്രഹിക്കുന്നു എന്ന് കർത്താവെ ഞങ്ങൾ മനസ്സിലാക്കുന്നു. ഇന്നത്തെ പകൽക്കാല ജീവിതത്തിൽ മാറ്റമില്ലാത്ത കൃപയും കരുണയും അടിയങ്ങൾക്ക് പകരണമേ. ഞങ്ങളുടെ ആവശ്യങ്ങളിൽ കൂടെ ഇരിക്കുകയും ആലോചന നൽകുകയും ദൈവഗീതം തിരിച്ചറിയാനുള്ള കൃപ പകരുകയും ചെയ്യണമേ. പ്രഭാതം മുതൽ പ്രദോഷം വരെ മാറാത്ത സാന്നിധ്യം നൽകണം. ഇന്ന് ജന്മദിനം ആഘോഷിക്കുന്ന പ്രിയപ്പെട്ടവരെയും വിവാഹ വാർഷികം ആഘോഷിക്കുന്നവരെയും ഓർത്ത് പ്രത്യേകം പ്രാർത്ഥിക്കുന്നു. ദൈവത്തിൻ്റെ കരുതലിലും കൃപയിലും കാക്കണമേ. യേശു മിശിഹാ മൂലം പ്രാർത്ഥന ദയവോടെ കേൾക്കുമാറാകണമേ. ആമേൻ. ത്രിയേക ദൈവത്തിൻ്റെ കൃപയും കരുണയും നാം എല്ലാവരോടും കൂടെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും ഉണ്ടായിരിക്കുമാറാകട്ടെ. ആമേൻ.